welcome back to my channel. എൻ്റെ പേര് അഭിന. എല്ലാവരും സുഖമായിട്ടിരിക്കുകയാണോ? ഞാനിവിടെ സുഖമായിട്ടിരിക്കുകയാണ്. എല്ലാവർക്കും ടൂറൊക്കെ പോകാൻ വളരെ ഇഷ്ടമാണ്. ഒരു ട്രിപ്പ് ഫ്രണ്ട്സിൻ്റെ കൂടെ പോവുകയാണെങ്കിൽ പിന്നെ കാര്യമൊന്നും പറയാനില്ല, ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആണ്. ഞാനും കുറേ ടൂറിനൊക്കെ പോയിട്ടുണ്ട്, ഐവിക്ക് പോയിട്ടുണ്ട്, പിന്നെ +2 ഗ്രൂപ്പിൻ്റെ കൂടെ 1 ഡേ ടൂറിന് പോലെയൊക്കെ പോയിട്ടുണ്ട്. അങ്ങനെ കുറേ ടൂറൊക്കെ പോയിട്ട് എനിക്ക് കുറേ അബദ്ധങ്ങൾ പറ്റിയിട്ടുണ്ട്. ലൈക്ക് ഞാൻ കുറേ ആവശ്യമില്ല സാധനങ്ങളൊന്നും എടുക്കാണ്ടൊക്കെ പോയിട്ടുണ്ട്. ഞാൻ എപ്പോഴും വിചാരിക്കുന്നതാണ് ഒരു ലിസ്റ്റൊക്കെ ആക്കി പോകണമെന്ന്, പക്ഷേ എന്നെ കൊണ്ടാവാറില്ല, ഞാനത് ചെയ്യാറില്ല. പക്ഷേ നിങ്ങൾക്ക് എല്ലാവർക്കും വേണ്ടിയിട്ട് ഒരു ടൂർ ഗൈഡ് എന്ന് പറയുന്നത്, ഒരു ടൂർ എസെൻഷ്യൽസ് എടുക്കാനുള്ള ഒരു വീഡിയോ ആണ് ഇന്ന് ചെയ്യുന്നത്. ഇത് നമ്മളുടെ സബ്സ്ക്രൈബർ കുട്ടി രേവമ്മ കൃഷ്ണൻ സജസ്റ്റ് ചെയ്തതാണ്. ആ കുട്ടിക്ക് ടൂർ പോകാനുണ്ടായിരുന്നു. 2 ദിവസം മുന്നെയാണ് കമൻറ്റ് ചെയ്ത് അറിഞ്ഞത് പോകുന്നുണ്ടെന്ന്. ഇങ്ങനത്തെ ഒരു വീഡിയോ ആക്കാൻ പറ്റുമോ എന്ന് ചോദിച്ചിരുന്നു, പക്ഷെ എനിക്ക് ആ ടൈമിൽ ആക്കാൻ പറ്റിയിരുന്നില്ല. ആൻഡ് ഓൾറെഡി അവർ പോയി വന്നിട്ടുണ്ടാവും. പക്ഷേ ഇനി വരാൻ പോകുന്ന എല്ലാവർക്കും എല്ലാ കൈൻഡ് ഓഫ് ടൂറിനും വേണ്ടിയിട്ട് നിങ്ങൾക്ക് ഈ ഒരു വീഡിയോ എന്തായാലും ഹെൽപ്ഫുൾ ആവുമെന്ന് കരുതുന്നു. അപ്പോൾ കൂടുതൽ പറയുന്നില്ല, നമ്മൾക്ക് വീഡിയോയിലോട്ടേക്ക് പോകാം. ടൂറിൻ്റെ കാര്യം വരുമ്പോൾ ഏറ്റവും ആദ്യം നമ്മൾക്ക് വേണ്ടത് ഒരു പ്രോപ്പർ ആയിട്ടുള്ള ഒരു ലിസ്റ്റാണ്. ലിസ്റ്റ് ഉണ്ടാക്കാൻ എല്ലാവർക്കും മടിയാണ്. എനിക്ക് ഭയങ്കര മടിയാണ്. ലിസ്റ്റൊക്കെ ഉണ്ടാക്കി ഞാൻ എൻ്റെ മൈൻഡിൽ ചിന്തിക്കാറാണ് പതിവ്. പക്ഷെ ഒബ്വിയസ്ലി ചിന്തിച്ച് വെച്ചാലും ആ ലിസ്റ്റ് ഉണ്ടാക്കുന്ന അത്ര ഒരു എഫക്റ്റീവായിട്ട് തോന്നാറില്ല. ഹാഫ് ഓഫ് ദ സാധനങ്ങളും ഞാൻ ഇവിടെ തന്നെ വെച്ചിട്ടാണ് പോവാറ്. ആൻഡ് അപ്പോൾ ലിസ്റ്റാണ് കാര്യം. ലിസ്റ്റ് ഉണ്ടാക്കാൻ ഒരു എളുപ്പ വഴിയുണ്ട്. അതെന്താണെന്നല്ലേ, ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾ രാവിലെ തൊട്ട് രാത്രി വരെയുള്ള ആ ഒരു സ്കെഡ്യൂൾ മൈൻഡിൽ ആലോചിച്ചിട്ട് ഓരോ കാര്യങ്ങളും എഴുതി വെക്കുമ്പോൾ നമ്മുടെ കംപ്ലീറ്റ് ലിസ്റ്റിന് ആവശ്യമുള്ള എല്ലാ കാര്യങ്ങളും അതിൽ ഇൻക്ലൂഡ് ആവുന്നതായിരിക്കും. അല്ലാതെ ഓരോ സമയത്ത് ഓരോ കാര്യങ്ങൾ ചിന്തിച്ചു കഴിഞ്ഞാൽ എന്തായാലും ആ ഒരു ലിസ്റ്റ് ഉണ്ടാക്കുമ്പോൾ നമ്മൾക്ക് കുറേ കാര്യങ്ങൾ സ്കിപ്പായി പോകാൻ സാധ്യതയുണ്ട്. സോ മോർണിംഗിൽ എണീറ്റ് കഴിഞ്ഞിട്ട് രാത്രി ഉറങ്ങുന്ന സമയം വരെ നമ്മൾക്ക് എന്തൊക്കെയാണ് ആവശ്യമെന്ന് ചിന്തിച്ചു കഴിഞ്ഞാൽ ഓരോന്നായിട്ട് വരുന്നതായിരിക്കും. എത്ര വലിയ ലിസ്റ്റ് ഉണ്ടായാലും എത്ര വലിയ ബാഗ് ഉണ്ടായാലും ആദ്യം പെൺകുട്ടികൾ ചിന്തിക്കുന്നത് ഏത് ഡ്രസ്സ് ഏത് ദിവസത്തേക്ക് ഇടും എന്നാണ്. എത്ര ഡ്രസ്സ് എടുക്കണം, എങ്ങനെയൊക്കെയാണ് നമ്മൾ ഇതിടാൻ പോകുന്നത്, ഇങ്ങനെയൊക്കെയുള്ള ചിന്തകളാണ് ആദ്യം വരുന്നത് ടൂറ് എന്ന് പറയുമ്പം. അല്ലാതെ ബാക്കിയില്ല അല്ലറ ചില്ലറ കാര്യങ്ങളൊക്കെ നമുക്ക് കുറച്ച് വയ്യ അവസാനം എടുത്ത് വെക്കാന്നൊക്കെയാണ് വിചാരിക്കുക. അപ്പോൾ ഡ്രസ്സിനെ പറ്റി തന്നെ ആദ്യം പറയാം. നമ്മൾ നോർമലി എന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നോർമലായിട്ടുള്ള ഫോൾഡിങ് ടെക്നിക്ക് വെച്ചിട്ട് വേണമെങ്കിൽ ഒരു സഞ്ചിനകത്ത് വെച്ചിട്ട് അത് ബാഗിനകത്ത് വെക്കുക ചെയ്യാറ്. അപ്പോൾ അങ്ങനെ ചെയ്യുമ്പോൾ നമ്മൾക്ക് നമ്മളുടെ ബാഗിനകത്ത് കുറേ സ്പേസ് കൺസ്യൂം ചെയ്യുന്നുണ്ടാവും. നമ്മളുടെ ഒരു ചെറിയ ബാഗാവാം, ചിലപ്പോൾ വലിയ ബാഗാവാം. ഏത് ബാഗ് ആയാലും നമ്മൾക്ക് സർട്ടൻ ആയിട്ടുള്ള ഒരു ഫോൾഡിങ് ടെക്നിക് ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ സ്പേസ് കുറേ നമ്മൾക്ക് വേസ്റ്റ് ചെയ്യാണ്ട് യൂട്ടിലൈസ് ചെയ്യാൻ പറ്റും. ലൈക്ക് നമ്മൾക്ക് ഇനിയും കുറേ സാധനങ്ങൾ ആ ബാഗിൽ തന്നെ വെക്കാൻ പറ്റുന്ന രീതിയിലേക്ക് നമ്മൾക്ക് ആ ഒരു സ്പേസിനെ ആക്കി കൊണ്ടുവരാൻ പറ്റും. ആ ഒരു മെത്തേഡാണ് നിങ്ങൾ ഇനി കാണാൻ പോകുന്നത്.
സോ എളുപ്പത്തിൽ സ്പേസ് കുറച്ച് കൺസ്യൂം ചെയ്യുന്ന രീതിയിൽ എങ്ങനെ ഫോൾഡ് ചെയ്യാം എന്ന് എല്ലാവർക്കും മനസ്സിലായില്ലേ? ഏറ്റവും എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യമാണ് ഏറ്റവും സ്പേസ് കുറഞ്ഞിട്ടുള്ള ഒരു ഫോൾഡിങ് ടെക്നിക് പഠിക്കുന്നത്. അത് നമ്മൾക്ക് കുറേ സ്പേസ് ബാക്കിയുള്ള സാധനങ്ങൾ വെക്കാൻ വേണ്ടി കുറേ സ്പേസ് തരുന്നതായിരിക്കും. അപ്പോൾ ഡ്രസ്സ് കഴിഞ്ഞു, ഡ്രസ്സ് ഇനി ഒരു ഭാഗത്ത് എടുത്ത് വെച്ച് കഴിഞ്ഞു. നെക്സ്റ്റ് എന്താണ് വേണ്ടതെന്നല്ലേ? നമ്മൾക്ക് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എസെൻഷ്യൽ ആയിട്ടുള്ള കാര്യങ്ങൾ. നമ്മൾ ടൂറിന് പോകുമ്പോൾ മോസ്റ്റ് ഓഫ് ദി ടൈമും നമ്മൾ ബസ്സിൽ അല്ലെങ്കിൽ നമ്മൾ ആ സ്പോട്ടിൽ നിന്നിട്ട് എൻജോയ് ചെയ്യുമായിരിക്കും. പക്ഷെ കുറച്ച് സമയം മാത്രം നമ്മൾ നമ്മുടെ റൂമിൽ വന്നിട്ട് ഒന്ന് ഡ്രസ്സൊക്കെ ഇട്ട് റെഡി ആവാൻ കുറച്ച് സമയം കിട്ടും, വളരെ കുറച്ച് കിട്ടും കേട്ടോ. ആ സമയത്താണെങ്കിൽ എല്ലാവരും അങ്ങോട്ടും ഇങ്ങോട്ടും ഓടുമായിരിക്കും. ചിലപ്പോൾ കുറച്ച് ബാത്റൂംസ് ഒക്കെ അവൈലബിൾ ആയിട്ടുണ്ടാവും. എല്ലാവർക്കും രാവിലെ തന്നെ കുളിക്കാൻ വേണ്ടി വരും. അപ്പോൾ അതിനൊക്കെ വേണ്ടി എല്ലാവരും ഓട്ടവും ചാട്ടവും ആയിരിക്കും. പിന്നെ അങ്ങോട്ടും ഇങ്ങോട്ടും പേസ്റ്റും ബ്രഷും ഒക്കെ ചോദിച്ച് ഭയങ്കര ബഹളമാണ്. ആ ഒരു റൂമിൽ ഉണ്ടാകുന്ന കുറച്ച് സമയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നല്ല രസമാണത്. എനിക്കതൊക്കെ ഇപ്പോൾ പറയുമ്പോൾ മിസ്സാവുന്നു. അപ്പോൾ ഫസ്റ്റ് രാവിലെ തൊട്ട് രാത്രി വരെയുള്ള എസെൻഷ്യൽസ് നമ്മൾക്ക് പറയാം. സോ രാവിലെ തൊട്ട് രാത്രിയിലെ റൂട്ടീനിൽ നമ്മൾക്ക് ആവശ്യമുള്ള കാര്യങ്ങൾ എന്താണെന്ന് പറയാം. ആദ്യം രാവിലെ എണീറ്റ് കഴിഞ്ഞാൽ നമ്മൾ എന്താ ചെയ്യുക? ബാത്റൂം പോകും, എന്നിട്ട് ബ്രഷും പേസ്റ്റും തപ്പി നടക്കും. അപ്പോൾ ബ്രഷ് നമ്മൾക്ക് മറന്നു പോയാൽ വേറെ വാങ്ങാമെന്ന് വിചാരിക്കാം. പേസ്റ്റ് നമ്മളുടെ ഫ്രണ്ടിൻ്റെ കയ്യിൽ നിന്ന് ഒബ്വിയസ്ലി ഉണ്ടെങ്കിൽ ബോറോ ചെയ്യാമെന്ന് വിചാരിക്കാം. പക്ഷെ എന്തായാലും നമ്മളുടെ കിറ്റിൽ ഒന്ന് കരുതുന്നത് നല്ലതാണ്, മറന്നു പോകാതെ തന്നെ കരുതുക. പിന്നെ ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, ഇപ്പോൾ ഇന്ന് രാത്രിയാണ് നമ്മൾ ടൂറിന് പോകുന്നതെങ്കിൽ ഇന്ന് രാവിലെ നമ്മൾ പേസ്റ്റും ബ്രഷും എടുത്തുപയോഗിക്കും അല്ലേ? അപ്പോൾ നമ്മൾ ആ ഒരു സാധനം തലേന്ന് തന്നെ എടുത്ത് വെക്കാൻ മറക്കുന്ന ഒരു കാര്യമാണ്. ബിക്കോസ് തലേന്ന് എടുത്ത് വെച്ച് കഴിഞ്ഞാൽ രാവിലെ ആകുമ്പോൾ നമുക്ക് ആദ്യം പുറത്തെടുക്കേണ്ടതല്ലേ. അതുകൊണ്ട് എന്തായാലും നമ്മൾ പുറത്തായിരിക്കും വെച്ചിട്ടുണ്ടാവുക. ആൻഡ് ഫൈനലി രാത്രി പോകാനാകുമ്പോഴത്തേക്കും നമുക്ക് അതിൻ്റെ കാര്യം ഓർമ്മയും ഉണ്ടാവാറില്ല. സോ എന്തായാലും നിങ്ങൾ രാവിലെ ഉപയോഗിച്ച് കഴിഞ്ഞ പാടെ തന്നെ നമ്മളുടെ ബാഗിലേക്ക് എടുത്ത് വെക്കുന്നത് നല്ലൊരു ശീലമായിരിക്കും. സോ ബ്രഷും പേസ്റ്റും കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ ഫേസ് ക്ലീൻ ആക്കാൻ വേണ്ടിയിട്ട് ഒരു ഫേസ് വാഷ് വേണം. സോ ഫേസ് വാഷും കൂടെ ആയി കഴിഞ്ഞാൽ രാവിലത്തെ ആ ഒരു ഗെറ്റിംഗ് ക്ലീൻ എന്ന് പറയുന്ന ആ ഒരു പ്രോസസ്സ് കഴിഞ്ഞിട്ടുണ്ടാവും. പിന്നെ കുളിക്കുന്നവർക്ക് എന്തായാലും സോപ്പ് വേണം, പിന്നെ കോർത്തെടുക്കണം. അത് കഴിഞ്ഞപാട് നമ്മൾ നെക്സ്റ്റ് പ്രോസസ്സ് ഡ്രസ്സ് ഇടുക, മേക്കപ്പ് ചെയ്യുക, എന്നിട്ട് ഹെയർ ഒക്കെ ചെയ്യേണ്ട രീതി ചെയ്ത് വെച്ചിട്ട് ഇറങ്ങുക ചെയ്യാറ്. അപ്പോൾ നമ്മൾക്ക് ആവശ്യമുള്ള എല്ലാ മേക്കപ്പ് പ്രോഡക്ട്സും നമ്മളൊരു കിറ്റ് മാതിരിയാക്കി വെക്കുമ്പോഴായിരിക്കും കൂടുതൽ സൗകര്യമായിട്ട് തോന്നുക. അപ്പോൾ ബ്യൂട്ടി എസെൻഷ്യൽസിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് വേണ്ടത് ഒരു മോയ്സ്ചറൈസർ, സൺസ്ക്രീൻ ഇല്ലാതെ പോയേ വേണ്ട ടൂറിന്. ബിക്കോസ് മോസ്റ്റ് ഓഫ് ദ ടൈം നമ്മൾ സൈറ്റ് സീയിങ് മാതിരി പുറത്തേക്കൂടി വെയിലത്ത് നടക്കുകയായിരിക്കും ചെയ്യാറ്. അപ്പോൾ എന്തായാലും ഒരു സൺസ്ക്രീൻ അപ്ലൈ ചെയ്തിട്ട് തന്നെ പുറത്തേക്ക് പോവുക. മോയ്സ്ചറൈസർ എന്തായാലും ഉപയോഗിക്കുക. ബിക്കോസ് നമ്മുടെ സ്കിന്ന് എപ്പോഴും ഡസ്റ്റിനും ഡോട്ടിനും ഡ്രൈ ആയിക്കൊണ്ടിരിക്കുകയാണ് ചെയ്യുന്നത്. അപ്പോൾ ഒരു മോയ്സ്ചറൈസർ എന്തായാലും കരുതുക. അതിനുശേഷം നമ്മൾ ചെയ്യുന്ന നോർമൽ ആയിട്ടുള്ള ഒരു ബേസിക് മേക്കപ്പ് ചെയ്താൽ മതി. ഹെവി ആയിട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ ക്ലാസ്സിലെ ആൺകുട്ടികളൊക്കെ നമ്മൾ കളിയാക്കുന്നതായിരിക്കും. മേക്കപ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ നെക്സ്റ്റ് നമ്മളുടെ ഹെയർ എങ്ങനെയാണ് ചെയ്യേണ്ടതെന്നാണ്. ഹെയർ സ്റ്റൈൽ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ഫസ്റ്റ് ആവശ്യം ഒരു പ്രോപ്പർ ആയിട്ടുള്ള കോമ്പാണ്. കോമ്പ് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരു റബ്ബർ ബാൻഡ് വേണം അല്ലേ? റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ നമ്മൾ എങ്ങനെയാണോ ഹെയർ സ്റ്റൈൽ ചെയ്യാൻ ഇഷ്ടപ്പെടുന്നത്, മേ ബി ഒരു ഹെയർ ബാൻഡ് ആയിരിക്കാം, ചിലപ്പോൾ ഒരു റബ്ബർ ബാൻഡ് അല്ലെങ്കിൽ ഒരു ടൈ മാതിരി കെട്ടാൻ പറ്റുന്ന ഒരു ക്ലോത്ത് ആയിരിക്കാം. വാട്ട് എവർ ഇറ്റ് ഈസ്, അതെന്തായാലും എടുക്കുക. പിന്നെ കുറച്ച് ബോബി പിൻസ് കയ്യിൽ വെക്കുന്നത് നല്ലതായിരിക്കും. ബിക്കോസ് ഹെയർ എപ്പോഴും ഡിസ്റ്റർബിങ് ആകാൻ തോന്നുമ്പോൾ അപ്പം എടുത്ത് പിടിച്ചിട്ടൊരു കുത്തുക, ടിക് ടാക് ക്ലിപ്പ് വെച്ചിട്ട്. ഞാൻ കമ്മ്യൂണിറ്റി ടാബിൽ നിങ്ങൾക്ക് ഈ ഒരു വീഡിയോയിൽ ഇൻക്ലൂഡ് ചെയ്യേണ്ട കാര്യങ്ങളൊക്കെ ചോദിച്ചപ്പോൾ കുറേ പേര് സ്കിൻ കെയർ, ഹെയർ കെയറിനെ പറ്റിയൊക്കെ ചോദിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ സ്കിൻ കെയറിൽ ഞാൻ പറഞ്ഞല്ലോ, മോയ്സ്ചറൈസർ ആൻഡ് സൺസ്ക്രീൻ എന്തായാലും എടുത്തിട്ട് തന്നെ പോവുക. ബാക്കിയുള്ളതൊക്കെ നമുക്ക് ഇഷ്ടമുള്ള രീതിയിൽ ചെയ്യാവുന്നതാണ്. പിന്നെ ഫേസ് വാഷ് ചെയ്യുക. രാവിലെയും രാത്രി ഉറങ്ങുന്നതിന് മുന്നേയും ട്വൈസ് തന്നെ മതി. അതിൽ കൂടുതലൊന്നും നമ്മൾ ഫേസ് ക്ലീൻ ചെയ്തുകൊണ്ടിരിക്കേണ്ട ആവശ്യമില്ല. പിന്നെ അത്രയും സ്വെറ്റായിട്ട് ഡേർട്ടി ആയിട്ട് ഫീൽ ചെയ്യുമ്പോൾ മാത്രം കഴുകിയാൽ മതി. പിന്നെ ഹെയർ കെയറിൽ ചെയ്യേണ്ട കുറച്ച് കാര്യങ്ങൾ എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ ട്രാവൽ ചെയ്യുന്നത് ലോങ് ഡിസ്റ്റൻസ് ആയിരിക്കും. അപ്പോൾ കുറേ സമയം നമുക്ക് ബസ്സിൽ ഇരുന്ന് ഉറങ്ങേണ്ടി വരും. അപ്പോൾ ഇരുന്നുറങ്ങുന്ന സമയത്ത് നമ്മളിപ്പോൾ മുടി ഊരിയിടുകയാണ് ചെയ്തിട്ടുണ്ടെങ്കിൽ ബസ്സിൻ്റെ മൂവ്മെൻറ്റും പിന്നെ നമ്മൾ തിരിഞ്ഞു മറിഞ്ഞു കിടക്കുന്നതിൻ്റെ ആ ഒരു ഇതിൽ നമ്മുടെ ഹെയർ ആ ഒരു സീറ്റിൽ ഒരഞ്ഞൊരഞ്ഞ് പൊട്ടാൻ സാധ്യതയുണ്ട്. സെക്കൻഡ് ആയിട്ടുള്ള ഹെയർ കെയർ ടിപ്പ് എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ, നമ്മൾ പുറത്താണ് പോകുന്നത്, നല്ല രീതിയിൽ തന്നെ ഡസ്റ്റ് വരാം, ഡേർട്സ് ഉണ്ടാവും, പിന്നെ നല്ല കാറ്റ് വീശുന്നുണ്ടാവും. അപ്പോൾ ഈ കാറ്റൊക്കെ വീശുമ്പോഴും പിന്നെ നമ്മളുടെ ഡേർട്ടും ഡസ്റ്റൊക്കെ കാരണം നമ്മളുടെ ഹെയർ അവിടെയും പൊട്ടാൻ സാധ്യതയുണ്ട്.
അപ്പോൾ എപ്പോഴും നമ്മൾ പുറത്തൊക്കെ പോകുമ്പോൾ, അതും രാവിലെ തൊട്ട് രാത്രി വരെയും നമ്മൾ പുറത്ത് തന്നെ ആയിരിക്കും. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷൻ വരുമ്പോൾ എപ്പോഴും ഹെയർ ടൈ ചെയ്ത് വെക്കുന്നതാണ് നല്ലത്, ലീവ് ചെയ്യുന്നതിലും. ഇനി നെക്സ്റ്റ് എസെൻഷ്യൽ കാര്യത്തിനെ പറ്റിയാണ് നമ്മൾ പറയാൻ പോകുന്നത്. ഹെൽത്ത് ആണ് നെക്സ്റ്റ് എസെൻഷ്യൽ ആയിട്ടുള്ള ഒരു കാര്യം. ഹെൽത്തിനെ പറ്റി പറയുകയാണെങ്കിൽ നമ്മൾക്ക് ഓരോ പേർക്കും ഓരോ തരം ഹെൽത്ത് ഇഷ്യൂസ് ഉണ്ടാവും. ലോങ് ട്രിപ്സിന് പോകുമ്പോൾ ചില ആൾക്കാർക്ക് വോമിറ്റിംഗ് സെൻസേഷൻസ് ഉണ്ടാവും, ചില പേർക്ക് പല പല രോഗങ്ങൾ, ചിലപ്പോൾ ഹെഡേക്സ് വരാം, ലൗഡ് മ്യൂസിക് കൊണ്ട് അങ്ങനത്തെ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. അപ്പോൾ അതിന് മെഡിക്കേഷൻസ് എടുക്കുന്നവരാണെങ്കിൽ എന്തായാലും ആ ഒരു മെഡിക്കേഷൻ കിറ്റ് നമ്മൾ കരുതേണ്ടതാണ്. പിന്നെ ഗേൾസ് ആയതുകൊണ്ട് എപ്പോഴാണ് പീരിയഡ്സ് വരാമെന്നൊന്നും പറയാൻ പറ്റില്ല. ആ ഒരു ഡേറ്റിനാണ് പീരിയഡ്സ് വരാൻ പോകുന്നതെങ്കിൽ നിങ്ങൾക്ക് അറിയാം, എന്തായാലും സാനിറ്ററി പാഡ്സ് കരുതുക. പിന്നെയുള്ള ഒരു കാര്യം എന്താണെന്ന് വിചാരിച്ചു കഴിഞ്ഞാൽ നമ്മളുടെ യൂസ്ഡ് ക്ലോത്ത്സ് ഒക്കെ വെക്കാൻ വേണ്ടിയിട്ട് ഒരു ബാഗ് എന്തായാലും എടുക്കണം. യൂസ്ഡ് ക്ലോത്ത്സ് മാത്രമല്ല, നമ്മൾക്ക് വേറെ എന്തെങ്കിലും യൂസ്ഡ് ആയിട്ടുള്ള അണ്ടർ ഗാർമെന്റ്സ് യൂസ് ചെയ്ത് കഴിഞ്ഞാൽ വെക്കാൻ ഒരു ബാഗ് വെക്കണം. അപ്പോൾ ഒരു 2 to 3 ബാഗ്സ് എന്തായാലും വെക്കുക. വോമിറ്റ് ചെയ്യാൻ ആവശ്യം വന്നാൽ ഒരു ബാഗ് വേണം. അപ്പോൾ എന്തായാലും എക്സ്ട്രാ കുറച്ച് ബാഗുകളും കൂടെ കരുതുക. എന്നാൽ മാത്രമേ നമുക്കൊരു കംപ്ലീറ്റ് ആയിട്ടുള്ള സേഫ്റ്റി നമുക്ക് കിട്ടും. എല്ലാവരും ട്രിപ്പിന് പോയിട്ട് അടിച്ചു പൊളിച്ചിട്ട് തന്നെ തിരിച്ചു വരിക. ഈ ഒരു വീഡിയോ ഹെൽപ്ഫുൾ ആയിട്ടുണ്ടാവുമെന്ന് കരുതുന്നു. നിങ്ങൾ എല്ലാവരും കമന്റ്സിൽ പറയുക ഈ ഒരു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടോ എന്ന്. ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ എന്തായാലും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബും കൂടെ ചെയ്യുക. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ ആ കുഞ്ഞി ബെൽ ബട്ടൺ പ്രസ് ചെയ്താൽ മാത്രമേ ഞാൻ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ ആയിട്ട് കിട്ടുകയുള്ളൂ. ഇനിയും കുറേ നല്ല വീഡിയോസും കോണ്ടന്റും ആയിട്ട് ഞാൻ വരുന്നതായിരിക്കും. എൻ്റെ ഇൻസ്റ്റഗ്രാം ഒക്കെ പോയി ഒന്ന് ഫോളോ ചെയ്യുക. എൻ്റെ അപ്ഡേറ്റ്സ് ഒക്കെ നിങ്ങൾക്ക് അവിടെ കാണാൻ പറ്റുന്നതായിരിക്കും. അടുത്തൊരു വീഡിയോ ആയിട്ട് കാണുന്നത് വരെ, ദിസ് ഇസ് മീ അഭിന, സൈനിങ് ഓഫ്. ബൈ, ലവ് യു ഓൾ.